പക്ഷെ എനിക്ക് തോന്നിയില്ലേ ഇതൊക്കെ എന്താ ആൾക്കാരെന്താ ഇങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്കൊരു മാറ്റം ഞാൻ പൊരിയുന്ന ചൂടായ സമയത്ത് മഴ പെയ്യെന്ന് പറയുന്നത് ഇപ്പോൾ വരാന്നുണ്ട്. അയ്യോ അലസ മഴ. ഡാൻസ് ഇപ്പൊ കളിച്ചെങ്കിലും എന്താ ഇപ്പൊ സംഭവിക്കേ? റെസിപ്പി അല്ല, ഞാൻ ആദ്യം പറയാ, ഞാൻ കോപ്പി അടിച്ച റെസിപ്പിയാണ്. ഇന്ന രീതിയിലാ പ്രതിഭേനെ കാണാവൂ. അതിൽ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ അമ്പലത്തിൽ വന്നാട്ടോ, നല്ല മഴയാണ്. മഴയെന്ന് പറഞ്ഞാല് രാവിലെ തൊട്ടേ തുടങ്ങി. 3 ആളും ഇവിടെ ഇല്ല, ഞാള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഞങ്ങളെ കുറച്ച് കാര്യങ്ങള് കാണട്ടോ. നമ്മൾ തൊഴുതിട്ട് വരാം. മഴയായതുകൊണ്ടുള്ള നല്ല മഴ കേട്ടോ, നല്ല മഴ വെച്ചാൽ വെള്ളമുണ്ട്. മഴ കുറവാണ് അല്ലേ? മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഒരു അലസ മഴ. ഇപ്പൊ അലസൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വേഗത്തിലാക്കാൻ പറ്റിയ ആക്കിയാട്ടോ. അമ്പലത്തിൽ പോയിട്ട് പിന്നെ ചോറിന്റെ പരിപാടി നോക്കി അതെല്ലാം കൂടി നേരം വൈകുന്നുള്ള അറിയാനും. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും കഴിക്കുന്നതാണ്. സൈഷറിന് അങ്ങനെ ഓട്സ് ഇഷ്ടമല്ല. സൈഷറിനും മക്കളൊന്നും ഓട്സ് തിന്നൂല. പക്ഷെ ഞാൻ നിർബന്ധിച്ച് ഇന്ന് ഓട്സ് ഇട്ടിട്ടോ. ഓട്സ് പാലിലാക്കിയിട്ട് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടല്ലോ, ഇപ്പൊ ശരിക്കും എല്ലാവരും അതൊക്കെയാണ് കഴിക്കുക. പക്ഷെ ഇവർക്ക് അതൊന്നും ശരിയാവൂല. പുട്ട്, കടല, ദോശ, ഇഡ്ഡലി ഇത് തന്നെ വേണം. പക്ഷെ ഞാൻ ചില ദിവസം തിന്നലുണ്ട്, എനിക്കിഷ്ടമാണ്. കുഞ്ഞുമനസ്സൊന്നും ഓട്സേ ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞ ടേസ്റ്റ് എങ്കിലും നോക്കണം, കാരണം എനിക്ക് എളുപ്പമാകുകയല്ലോ പണി. അങ്ങനെ ഇന്നലെ ഞാൻ ഓട്സ് കുറച്ച് പാലിൽ ഓവർനൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പരം കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഒന്നുമില്ല, കുറച്ച് ഈത്തപ്പഴം, കുറച്ച് മുന്തിരി, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു മിക്സ് ആക്കിയിട്ടില്ലേ സാർ. ഇടയ്ക്കൊരു മാറ്റം. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കുടിച്ച് നോക്ക്, കുടിച്ച് ടേസ്റ്റ് ഉണ്ടായി പിന്നെ നമുക്ക് അധികം ദിവസം നോക്കാമല്ലോ. പക്ഷെ നമ്മളെ മക്കളൊന്നും ഉള്ളത് നടക്കൂല, കാരണം സ്കൂളിൽ പോകുമ്പോൾ ഈ ഓട്സ് ഒന്നും തിന്ന് പോയിട്ട് ശരിയായാലും അവർക്ക് തിന്നുകയില്ല. എന്തായാലും ഇത് തന്നെ വേണം. ഇത് നമ്മളെ കുറച്ച് കട്ടിയുള്ള ഇത് വേണം അല്ലേ? ഇഡ്ഡലി, ദോശ, ഇതൊക്കെ വേണം, പുട്ടൊക്കെ വേണം. അപ്പൊ ഇന്നത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ. പായസം ഉണ്ട്, ഓട്സും ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സൈഷാണ് അതുകൊണ്ട് വേഗം കഴിയുന്ന പരിപാടി ആയിരിക്കും, കാരണം സമയം 9 മണിയായി പോവാനായിട്ടോ. ഇങ്ങനെയുണ്ട് സൈഷേട്ടാ? ഓ അടിപൊളിയല്ലേ? എന്നാലും രണ്ട് കഷ്ണം പുട്ട്, കടല, ചെറുപയർ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് അതൊരു ശീലായി പോയല്ലോ. അതുകൊണ്ട് എന്തായാലും കഴിച്ചിട്ടുണ്ടോന്ന് ഡൗട്ടാ. ഒരു വിശപ്പ്, ഇനിയും ചായ കുടിക്കാനുണ്ട് എന്നൊരു തോന്നലല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ട് ഇതൊക്കെ തിന്നണം. ആരോട് പറയാ, ഇവിടുത്തെ ആരും ഇതൊന്നും തിന്നൂല കേട്ടോ. ഞാൻ ഇങ്ങനെ പറയും ഓട്സ് നല്ലതാണ്, അത് നല്ല ഏടാ. ഞാൻ കഴിക്കലുണ്ട് ഇടയ്ക്ക്, എനിക്കിഷ്ടം. അതിന്റെ സമയമായി, ചോറെടുത്തേക്കട്ടെ കേട്ടോ. മുരിങ്ങയിലെ കറിയാണ് വെക്കാൻ വിചാരിച്ചേ. അത് നമ്മൾ സാധാരണ തേങ്ങ അരച്ച് വെക്കുന്ന കറിയില്ലേ, അതേപോലെയല്ല. ആദ്യം പരിപ്പും പച്ചമുളകും മഞ്ഞപ്പൊടിയും കൂടി വേവിച്ച്, ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാട്ടോ. ഇതിന് വെളുത്തുള്ളി ഇട്ടിട്ട് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടി ഇതിന്റെ ടേസ്റ്റ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണുന്നേരം. മറ്റേ സാധാരണ അരിശീരി വെക്കുന്ന പോലെ തേങ്ങയൊക്കെ അരച്ചില്ലേ വെച്ചല്ലേ സാ, അങ്ങനെയല്ല. ആദ്യം നമ്മൾ ഇത് പരിപ്പും ഇതൊക്കെ വേവിച്ചിട്ട് ഇതിലിട്ട് വാട്ടുക ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ കടുക് പൊട്ടുമ്പോ നമ്മള് ചതച്ച് വെച്ച വെളുത്തുള്ളി, ചെറിയുള്ളി കേട്ടോ, അത് ഇതിലേക്ക് ഇടുന്നുണ്ടേ. പൊട്ടിക്കില്ലേ? ഇതിന്റെ റെസിപ്പി അല്ല, ഞാൻ ആദ്യമേ പറയാ, ഞാൻ കോപ്പി എടുത്ത റെസിപ്പിയാണ്. ചിലപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുക. അതിനെപ്പറ്റി ഇപ്പോൾ നല്ല കാര്യമില്ല. ഒന്നുമില്ല, പരിപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി ആദ്യം വേവിച്ച് വെക്കുക. പിന്നെ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, കടുക് ഇട്ടിട്ട് പൊട്ടിച്ചതിൽ കാട്ടിയെടുക്കുക. ഇതിലോട്ട്
കുറച്ചാടുന്നുള്ളൂ. ചേതേൻ്റെ അധികം വേണ്ടല്ലോ. പിന്നെ മഞ്ഞൾ ഓൾറെഡി ഞാൻ ലേശം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ഞൾ ഞാൻ കുറച്ചാടുന്നുള്ളൂ. ഇത്തിരി ആടുന്നുള്ളൂ, ഞാൻ പരിപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്, അതിനുശേഷം ഇതാ ചില്ലി ഫ്ലേക്സ്. ഇതാണ് ഇനി ഒരു ഭംഗി അതിൽ കണ്ടിട്ട്. പിന്നെ ഇതിലേക്ക് ഇവിടെ മുരിങ്ങേൻ്റെ ഇട്ടൂടെ, മുരിങ്ങേൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. എല്ലാം ഞാൻ കഴുകി റെഡിയാക്കി കേട്ടോ. ഇത് വേവിച്ച് വെച്ച പരിപ്പിൽ ഒഴിക്കുന്നുണ്ട്. വെള്ളം റെഡിയായി. ഇനി ഒരു മുട്ട പൊരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും അടിപൊളി. പ്രത്യേക തേങ്ങ ഉള്ളിയിൽ ഇടുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റ് ഉണ്ട്. ഏത് നാട്ടിൽ വെക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ചായക്കൂട്ടലൊന്നും ഉണ്ടാക്കാണ്ട് ഓട്സ് ഉണ്ടാക്കിയതിനെ കൊണ്ട് ഞാൻ അതും എടുത്തിട്ടാട്ടോ ഇവിടെ നിൽക്കുന്നതാ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ടേസ്റ്റ് അഭിനയിച്ച് പറയണ്ടല്ലോ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഓട്സ് ഓവർനൈറ്റ് ഓട്സ് ഒന്നും നമുക്ക് കഴിക്കാന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു മാറ്റം, ഇത്രയേ ഉള്ളൂ. പിന്നെ അതിനിങ്ങനെ ഇത് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ, അങ്ങനെയുള്ളൊരു ലോങ് വീഡിയോ ഒന്നും ഇപ്പം അങ്ങനെ ഇരുന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ ലൈഫിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ വണ്ടി പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ജീവിതത്തിൽ കുറേ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പതിയെ ഓരോരോ വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിനെ, ഒരു കല്യാണ റിസപ്ഷന് പോയത്. അതിൻ്റെ ഇടയിൽ വന്ന കമൻ്റാണേ. എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ ഇതെന്തല്ല പറയുന്നതെന്ന്. ഞാൻ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ലേ. ഒരാൾ കമൻ്റ് ഇട്ടാണേ, ആരുടെ പേരെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അയ്യോ പ്രതിഭ എങ്ങനെ ഡാൻസ് കളിക്കല്ലേ, പേടിച്ചു പോയി, പറയുന്നത് ഇഷ്ടപ്പെടില്ല എന്നറിയാന്നൊക്കെ. ഞാനതിൽ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല. എൻ്റെ കഴുത്തിലൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പം ശ്രീകൃഷ്ണൻ്റെ നമ്മൾ ഗുരുവായൂരിന്ന് വാങ്ങിയ. ഞാൻ ആ ലോക്കറ്റ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആക്കൂലേ, അങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഈ കോലായിന്ന് ഞങ്ങൾ പറയുക കോലായിന്ന് കേട്ടോ. അപ്പം ഈ കോലായിന്ന് 2 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയും കൊണ്ടാണ് വീഡിയോ എടുത്തത്. ഒലിയടിച്ചിട്ട് ഞാൻ ഡാൻസ് കളിച്ചാന്ന്. ഡാൻസ് ഇപ്പം കളിച്ചെങ്കിലും എന്തിപ്പം സംഭവിക്കേ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ വിചാരിക്കുന്നത് ഒരു വര ഇട്ടിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഞാൻ ഈ കുട്ടികളെ അമ്മയായിട്ടാണ് ജീവിക്കാവൂ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു രീതിയിൽ മാത്രം കാണുന്നത് അവൾക്ക് ഇഷ്ടം. അല്ലാണ്ട് ഞാനൊരു വ്യക്തിയാണ്, എനിക്കെൻ്റെ ഇഷ്ടങ്ങളുണ്ട്, എനിക്കെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ആ ഒരു രീതിയിലുള്ളൊരു ബോധമേ ഇല്ല. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് അത്ഭുതമായി എന്ന് വെച്ചാൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടേ പോട്ടെ, ഇനിയിപ്പോൾ 2 ഡാൻസ് കളിച്ചു പോയി, അത്ര ഒരു പാപമൊന്നല്ലല്ലോ. ഇപ്പോൾ 10-70-80 വയസ്സായിട്ട് ഞാൻ പ്രായം മറന്നിട്ട് ഡാൻസ് കളിക്കുമെന്നല്ലല്ലോ. ഞാൻ ഡാൻസ് ഒന്നും ഇവിടെ കളിച്ചിട്ടുമില്ല. പിന്നെ അതും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരാൾ കമൻറ്റ്, ഞാൻ കോട്ട് സെറ്റ് ആട്ടോ ഇട്ടത്, സാധാ ടോപ്പും പാൻറ്റും ട്രെൻഡ്സ് നിന്ന് വാങ്ങിയതാണേ, ലൂസാണ്, ഞാൻ എപ്പോഴോ ഇട്ടതാ, എപ്പോഴോ കുറേ മുന്നേ ഉള്ളതാ. അപ്പം അതിനെ കൊണ്ട് പറയുക പിന്നെ എന്താ ഇതിന് പറഞ്ഞേ, ബോറാണ്, ബോറ് തോന്നുന്നുണ്ട് എന്നാണ്. ഞാൻ ഓക്കെ, അതുപോലെ കാഴ്ചപ്പാട്. പിന്നെ സ്ലീവ്ലെസ്സും അല്ല അപ്പുറമുള്ള ഡ്രസ്സ് ഇട്ട് പോകുന്ന ഇക്കാലത്ത് നമ്മളെ മക്കളൊക്കെ, എൻ്റെ മോളൊക്കെ എങ്ങനെയാ കേട്ടോ, സ്ലീവ്ലെസ് തന്നെയാണ് ഉള്ളിട്ടല്. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യരുതെന്ന് പറയാൻ പറ്റൂല, കാരണം കാലം എങ്ങനെയാണ്, കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക വേണം. അപ്പോൾ ഞാൻ തന്നെ ഇടയ്ക്ക് ആഗ്രഹം സ്ലീവ്ലെസ് കാണുമ്പോൾ അയ്യോ ഒന്ന് ഇടണ്ടീനൊന്ന്. പിന്നെ ഒരവസ്ഥ വെച്ചിട്ട് നമ്മൾ ഇടുന്നില്ല ഇപ്പം എന്നാണല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഇട്ടുകൂടാന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ താല്പര്യമില്ല, അതെന്നെ എൻ്റെ ഡ്രസ്സിങ് സെൻസാണ്. ഏനോ എല്ലാവരും പറയുന്നില്ല കേട്ടോ, നമ്മളൊരു ഫാമിലിയാണ്, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ കുടുംബം എൻ്റെ ബന്ധം എന്നൊക്കെ പറയുന്നത് ഇപ്പം നിങ്ങളാണ്. അല്ലാതെ എനിക്കിങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഒരു കാര്യങ്ങളും വന്ന് പറയേണ്ടതോ ഒന്നുമല്ല. നിങ്ങളോട് പറയുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ നമ്മളൊരു ഫാമിലി തന്നെയുള്ള ആൾക്കാർ തന്നെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കുറ്റായിട്ടല്ല, ഇതിപ്പം ഞാനോ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ച് പറയുമെന്നല്ല കേട്ടോ. കുറച്ച് ആൾക്കാർ, അതായത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ന
വരയില് അതൊരു ജനങ്ങള്, അത് ഈ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല കേട്ടോ, എൻ്റെ ബന്ധുക്കളായിക്കോട്ടെ, എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, എൻ്റെ നാട്ടുകാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവര് തീരുമാനിച്ചിട്ടുണ്ടാവും ഇന്ന രീതിയിലാ പ്രതിഭേനെ കാണാവും. അതിൽ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും, ഫ്രസ്ട്രേഷൻസ് വരും. ചിലപ്പോൾ ഞാൻ അടിപൊളി ജീൻസ് ഇട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ ലെവലിൽ കളിക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, മേക്കപ്പ് ഇടുന്നതായിരിക്കാം. അപ്പം ഇത് പറ്റൂല, ഇത് മോശമാണ്, അല്ലെങ്കിൽ ചേരുന്നില്ല, അതങ്ങനെയാണ്, എനിക്ക് മറ്റേ തന്നെയാണല്ലേ, അങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? അത് നിങ്ങളെ ഇന്നെ പറ്റി ഒരു കണക്ക് വെച്ചിട്ടുണ്ട്, ഇവൾ ഇന്ന ആളെ ലെവലിൽ ഇന്നതേ ജീവിക്കണം. ഞാൻ അങ്ങനെയല്ല, എല്ലാവർക്കും എല്ലാതാ ഓരോരുത്തരായ സ്വാതന്ത്ര്യം ഉണ്ട്. അതിൽ കൂടുതൽ ചില സമയം പൊന്തും. ഇപ്പം മറ്റേ പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, ചെമ്മീൻ്റെ തുള്ളിയാൽ അങ്ങനെ എന്തോ പറഞ്ഞു, അതേമാതിരി എനിക്ക് അതിൽ കൂടുതൽ തുള്ളാൻ പാടില്ല എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ചിന്താഗതി ആദ്യം നമ്മൾ മാറ്റണം. ഒരു പക്ഷേ നിങ്ങൾക്ക് സാധ്യമാകാത്തതിനെ കൊണ്ടായിരിക്കാം, സെയിം എൻ്റെ ഏജുകാരായിരിക്കാം, അപ്പോൾ ഓലായിരിക്കും പറയുന്നുണ്ടാവുക അത് ബോറാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ചെയ്തു നോക്കുങ്ങളും നന്നായിരിക്കും. ഞാനിതൊരു കുറ്റമായിട്ടൊന്നും പറഞ്ഞല്ല, എന്തെങ്കിലും വർത്താനം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞെന്നാളും. ഇങ്ങനെ കമൻറ്റ് കാണുമ്പോൾ ഞാനതിൽ തിരിച്ചൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയില്ലേ, ഇതൊക്കെ എന്താ ആൾക്കാരെന്താ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ട പറയുന്നത് ശരിയില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്ക് വ്യക്തിപരമായ ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആവണം സഹിച്ചേട്ടൻ വരെ. അപ്പം ഞാളെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് വീഡിയോയിൽ ഇടട്ടോ, അത് വിചാരിച്ചിട്ടാണ്. ഇതാക്കായി കടന്നുറങ്ങി, അടക്കിടന്ന് ഇവിടെ കിടന്ന് കുറേ ഫോണിൽ തോണ്ടി. വന്ന് ബോധം കെട്ട് കിടക്കുന്ന സതീശൻ മുളക് പൊട്ടിക്ക് മിക്സാക്കി കളാൻ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ദിവസം കഴിഞ്ഞിട്ടില്ല കേട്ടോ, സന്ധ്യയായി. ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കാര്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. കഴിച്ചവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല, ഡ്യൂട്ടി ഒന്നുമില്ല. വണ്ടി. അപ്പം ഇനിയിപ്പം വിളക്ക് എത്തിക്കണം, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, ഉറങ്ങണം, അതേ ഉള്ളൂ. കാര്യമായിട്ട് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളെ ചെറിയ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പം വീഡിയോ പൊതുവേ എനിക്ക് തോന്നുന്നു കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ തീരെ കുറവാണ്. പ്രശ്നമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാനും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും വരുന്നില്ല. വേറെ ദൈവത്തിന്റെ കുഴപ്പമൊന്നുമില്ല, കുറെ പുതിയ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഞാൻ ഓൾറെഡി അതിപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞേ, അത് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം കാണിക്കും. കുറേ കാര്യങ്ങൾ എല്ലാം കാണിക്കും. അപ്പം ഇനി മക്കളൊക്കെ വരട്ടെ. പിന്നെ അതേപോലെ എന്താ കുറേ ആൾക്കാരെ കാര്യങ്ങൾ എന്താ പറയുക, കമൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മറുപടി പറയും. ഇനി നമുക്കൊരു Q&A ചെയ്യണം. അതെ, തീർച്ചയായും. അത് Q&A ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ ഈ പറഞ്ഞ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് വരെ, ആ മാറ്റമൊക്കെ ആയിട്ട് Q&A ചെയ്യാം. അപ്പൊ ഇവർക്കൊരു ചോദ്യം വരും, നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ എല്ലാരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളെ മക്കളെ കാര്യങ്ങളൊക്കെ തന്നെയല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുണ്ടാവുക. അത് തന്നെയാണ് ഞാൻ മാക്സിമം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ കാണുന്നവരേക്കും.